നിക്കടാടാ നിക്കടാ ഫോണറ അല്ലോ പറ ഇതെന്തായി കിടക്കുന്ന ഉമ്മ വിളിച്ചിരുന്നു. എന്തുമ്മ? എനിക്കിത് തിരക്കായിരുന്നു. എന്താ തിരക്കുണ്ടായിരുന്നു. നിന്റെ അടുത്ത് എന്തെങ്കിലും പറഞ്ഞു തന്നെ ഞാൻ രാവിലെ വീട്ടിൽ നിന്ന് വിട്ടത് പറഞ്ഞോ ഇല്ലയോ? ഈ വിളി വന്നപ്പോഴെങ്കിലും നീ ഓർത്തില്ലേ ഉമ്മ വിളിക്കുന്നെന്ന്? എത്ര തവണ ഉണ്ടാ നീ നമ്പർ നോക്കിയാ? അത് ഉമ്മ ഞാൻ ഇത്തിരി എനിക്ക് ജോലി നീ അപ്പൊ പറഞ്ഞ അനുസരിക്കാതായില്ലേ? നീ ഉമ്മ പറഞ്ഞ അനുസരിക്കാതായി. പറഞ്ഞു കേട്ടില്ലേ? മക്കളായി വലുതായി പെണ്ണൊട്ടിയതൊന്നും ഞാൻ ആലോചിക്കത്തില്ല. ഞാൻ അതൊന്നും ഞാൻ ചിന്തിക്കത്തില്ല. കൊച്ചാണ് നീ, എന്റെ മോനാണ്. മര്യാദക്ക് പറഞ്ഞാണ് കേട്ടോണ. ഞാൻ നാളെ കേട്ടോടാ. ഞാൻ പറയുന്ന മനസ്സിലാകുമ്പ എനിക്ക് ഓഫീസിൽ മീറ്റിംഗ് ഉണ്ടായിരുന്നു, അതാ താമസിച്ചത്. ഞാൻ ഫോൺ എടുക്കാനും താമസിച്ച അതാ. ഞാനേ ആളുകളെ മുമ്പിൽ മാനം കെട്ട് ജീവിച്ചിട്ടില്ല. എന്റെ വാക്കിനൊന്ന് വിലയില്ലാതെ അറിയാ. ഞാൻ ഇന്ന് ഒരിടത്ത് പോവും ചെല്ലും എന്ന് പറഞ്ഞല്ലേ? അത് പറ്റത്തില്ലായിരുന്നു. ഞാൻ വാക്ക് കൊടുത്തതായിരുന്നു. ഇന്ന് 3 മണിക്ക് അവിടെ ചെല്ലാന്ന് ഞാൻ വാക്ക് കൊടുത്തതാ. നീ 2 മണിക്ക് നീ വരുമെന്നല്ലേ എന്റെ അടുത്ത് പറഞ്ഞത്? 2 മണിക്ക് വരാൻ വേണ്ടി ഞാൻ ഇറങ്ങി. എനിക്കൊരു പ്രോജക്റ്റ് ബാക്കി തീർക്കാനുണ്ടായിരുന്നു, അതുകൂടെ കഴിഞ്ഞിട്ട് ഇറങ്ങാം. അപ്പൊ താമസിച്ചു, അതാ ഞാൻ വരാൻ ഇത്രയും ലേറ്റ് ആയത് തന്നെ. നീയേ നീ പോകുമ്പോ നിന്റെ മുതലാളിയുടെ നമ്പരും കൂടെ തന്നിട്ട് പോണം. നീ എടുത്തില്ലെങ്കിൽ അവനെയെങ്കിലും വിളിച്ച 2 വഴക്ക് പറയും. പറഞ്ഞാലും അനുസരിക്കത്തില്ല. എണ്ണമുള്ള എടുത്ത് പോയതോ. എന്തെങ്കിലും പറഞ്ഞ സംസാരിക്കുക ചെയ്ത അങ്ങും റൂമിൽ കയറി കഥ അടയ്ക്കും. ഞാൻ അങ്ങോട്ട് ചെല്ലത്തില്ലല്ലേ. എന്ത് താമസിച്ചത്? ഉമ്മ അങ്ങോട്ട് ഉച്ചയ്ക്ക് വരണമെന്ന് പറഞ്ഞിട്ട് എന്താ ഇവിടെ വരാഞ്ഞെന്ത്? ഉമ്മ ഉച്ച തൊട്ട് കിടന്ന് ഇവിടെ ബഹളം വെക്കുമായിരുന്നു. ഉമ്മ ഇവിടെ തന്നെ നോക്കിയിരിക്കുമായിരുന്നു. വന്നോടായിരുന്നോ? എന്തെങ്കിലും ആവശ്യത്തിനായിരുന്നു കാണും. എവിടെ പോയിരുന്ന? ജോലി തിരക്കായിരുന്നാ? കുറേ ജോലിയൊക്കെ ഉണ്ടല്ലേ ചെയ്ത് തീർക്കാൻ, ലീവ് എടുത്തതിൻ്റെ? അതങ്ങനെ ഉമ്മായ്ക്ക് അറിയാവോ? ഉമ്മായ്ക്ക് അങ്ങനെയൊന്നും കാര്യം അറിഞ്ഞൂടാ. ഉമ്മ വിചാരിക്കുന്നത് ചോദിക്കുന്നുണ്ടെങ്കിൽ ലീവ് കിട്ടുമെന്ന്. എങ്കിൽ വാ തുറന്ന് പറഞ്ഞുകൂടായിരുന്ന ലീവ് കിട്ടാഞ്ഞെന്ന്? എന്തെങ്കിലും ഉമ്മാടുത്ത് പറഞ്ഞുകൂടായിരുന്ന? പോട്ടെ, വിഷമിക്കണ്ട. ഉമ്മ അല്ലേ പറഞ്ഞത്, സാരമില്ല. ഫുഡും എല്ലാം കഴിച്ചാ? അടുക്കളയിൽ ഫുഡ് കാണണം, ചെന്ന് കഴിക്ക്. വിശന്നിരിക്കണ്ട. ജോലിയും എൻ്റെ ടെൻഷനും ഒന്നും ഉമ്മായിക്ക് അറിയത്തില്ല, അതുകൊണ്ടായിരിക്കും ചിലപ്പോൾ പറഞ്ഞത്. പോട്ടെ, ഉമ്മ അല്ലേ പറഞ്ഞത്. വിഷമിക്കണ്ട. എനിക്കൊക്കെ ഇങ്ങനെ വിഷമിക്കുന്ന കാണുമ്പം എനിക്ക് താങ്ങാൻ പറ്റാത്തത്. വിഷമിക്കണ്ട. ചെന്ന് ഫ്രഷായി വാ. പോകാൻ പറ്റത്തില്ലായിരുന്നെങ്കിൽ അത് നേരത്തെ ഉമ്മ വിളിച്ചപ്പോൾ ഒന്ന് ഫോൺ എടുത്തിട്ട് പറഞ്ഞുകൂടായിരുന്ന? പറ്റത്തില്ലായിരുന്നെങ്കിൽ പോട്ടെ, ഇനി അത് ഉമ്മ അല്ലേ പറഞ്ഞത്. എന്തേ ഉമ്മ പറഞ്ഞപ്പോ കരച്ചിൽ വന്നാ? സങ്കടം വന്നാ? എന്തേ ഉമ്മ വഴക്ക് പറഞ്ഞാ? അയ്യേ, കൊച്ചു പിള്ളേരെ കണക്ക് കരയുന്ന ഉമ്മ വഴക്ക് പറഞ്ഞേന് അടിയുണ്ടാ? നാണക്കേട് തന്നെ കേട്ടോ. ഇതിനാണെങ്കിൽ ഞാൻ എത്രമാത്രം കരയണം? അമ്മ അങ്ങോട്ട് പോകുമ്പോഴും ഇങ്ങോട്ട് വരുമ്പോഴും എല്ലാം എന്നെ വഴക്ക് പറയത്തില്ലേ? നാണക്കേട് തന്നെ. മക്കളാരും കാണണ്ട ഇങ്ങനെ കിടന്ന് കരയുന്നത്. ഇവിടെ വന്ന് ഇങ്ങനെ കിടക്കുന്നുണ്ട് അമ്മ വഴക്ക് പറയും.
ചെന്ന് ഉമ്മയൊന്ന് സമാധാനപ്പെടുത്ത്. പോട്ടേന്ന് പറ. ഉമ്മ പറഞ്ഞതിന് നാളെ ചെല്ലാന്ന് പറ. എന്ത് കാര്യമാണെങ്കിൽ ചെല്ലേ. ഉമ്മയെ പന്ന് ഒന്ന് സോപ്പിട്ട്. ഇക്കാന്ന് പറഞ്ഞ ജീവനാ. അതാ എന്തോ കാര്യം ഉദ്ദേശിച്ച് വെച്ചേക്കുന്നത്. അത് നടക്കാത്തതിൻ്റെ ദേഷ്യവും വിഷമവും ഒക്കെയാ. സ്നേഹം കൊണ്ടല്ലേ പറഞ്ഞേ. ശേ, കരയുന്ന. പട്ടൊക്കെ എടുത്ത് ഞാൻ ഇരിക്കുന്ന എന്തിന്? കഴിച്ച് മാറ്റി കളയട്ടെ. പട്ട് കൊടുത്ത് വെച്ചോണ്ടിരിക്കുക ഉച്ചോട്ട്. നല്ലൊരു ചായ. ഓ നാശം. അവളും ഇവിടെ ഇല്ലല്ലേ. അവളും പോയേക്കുന്നു. ഇന്ന് തന്നെ അവൾക്ക് പോകാൻ പറ്റില്ല സമയം. നിനക്കിപ്പോ കിടക്കാൻ എന്തെങ്കിലും വേണോ? ഫുഡൊക്കെ കഴിച്ചോ? ഞാൻ കഴിച്ചേക്കാം. ഇക്ക പോയി കഴിക്കേ. അൽഫി ഇന്ന് ഇല്ല കേട്ടോ. ആ കൊച്ചു വീട്ടിൽ പോയി. ആ കൊച്ചിനെ കണ്ടോളാൻ വയ്യ, ഒന്ന് പൊയ്ക്കോട്ടേന്ന് ഒന്ന് എൻ്റെ ചോദിച്ചു. ആ കുഞ്ഞും കണ്ട് കിടന്ന് കണ്ടോളാൻ വയ്യെന്നും പറഞ്ഞ് വിളിക്കുന്നെന്ന്. അങ്ങനെ ഉച്ചയ്ക്ക് പോയി. ഫുഡെല്ലാം ആക്കി വെച്ചിട്ടാ പോയത്. ചെല്ല് കഴിക്ക്. രാത്രിത്തേക്കുള്ളതും ആക്കി. ഉമ്മ അറിഞ്ഞപ്പോൾ അപ്പോഴും അതും കൂടെ കൊണ്ട് ഉമ്മയ്ക്ക് ദേഷ്യം വന്നത്. എന്നൊന്ന് ഫ്രഷ് ആയിട്ട് ഫുഡ് കഴിച്ചിട്ടേ കിടക്കാവേ. നാളെയെങ്ങനെ ഉമ്മ പറഞ്ഞിട്ട് പോവാന്ന് പറ കേട്ടോ. ദേഷ്യം പിടിപ്പിക്കല്ലേ. ശരി. നീ കിടന്നാ? കിടന്നാ? എന്തുമ്മാ? പോട്ട്. ഇന്നലെ പിന്നെ എനിക്ക് ആ ദേഷ്യമൊക്കെ വന്നപ്പോഴത്തേക്ക് ഞാൻ വായിക്ക് വന്ന് പറയുകയും അടിക്കുകയൊക്കെ ചെയ്ത്. പോട്ട്. എനിക്കാണെങ്കിൽ എനിക്ക് എൻ്റെ ദേഷ്യമൊന്നും അപ്പോഴേ താങ്ങത്തില്ല. നിനക്കറിയാല്ലേ, എനിക്ക് ഇത്തിരി ദേഷ്യമൊക്കെ ഉള്ളതാ. നമുക്കേ ഈ ഞായറാഴ്ച, ഇപ്പോഴേ ഞാൻ പറയുക, ഞായറാഴ്ച അവിടെ വരെ ഒന്ന് പോവാം. ഞാൻ വിളിച്ച് പറയട്ടോ? അത് വേണ്ടമ്മ. അത് വേണ്ട. ഉമ്മ എന്നെ പെണ്ണ് കാണിക്കാനല്ലേ കൊണ്ടുപോകുന്നത്. അത് ശരിയാവത്തില്ല. അത് ആ പണി ഇങ്ങനല്ലേ കിടക്കുന്നേ? അല്ല ഇവിടെ വേലക്കാരി നിർത്തുവോ? നിന്റെ കാലാകാലം നിന്റെ കാര്യങ്ങളും കൊച്ചുങ്ങളെ കാര്യങ്ങളും നോക്കാൻ. ഇപ്പൊ ആ പെൺകൊച്ചിനും വീട്ടുകാർക്കും ഒരു കുഴപ്പമില്ല. അവളെ കാര്യവും കൂടെ നോക്കും. നീ അതെല്ലാം ആയി എല്ലാം റെഡി ആയതിനു ശേഷം അവൻ്റെ അടുത്ത് പറയാം. നീ ഞായറാഴ്ച എൻ്റെ കൂടെ വാ. അവർക്ക് നിന്നെ ഒന്ന് കണ്ടാൽ മതി. ഈ കാര്യത്തിൽ ഉമ്മ എന്നെ നിർബന്ധിക്കണ്ട. എനിക്ക് റംസിയും എൻ്റെ മക്കളുമാണ് എനിക്ക് വലുത്. എൻ്റെ കുടുംബം ഞാൻ തകർക്കത്തില്ല. അതിനുവേണ്ടി ഉമ്മ ശ്രമിക്കുകയും ചെയ്യരുത്. ഞാൻ നിന്റെ കുടുംബം തകർക്കാനൊന്നും അല്ല പറഞ്ഞത്. നിന്റെ നല്ലതിന് വേണ്ടിയാ പറഞ്ഞത്. നിനക്കൊരാപത്ത് വരുമ്പോൾ ആര് കാണും നോക്കാൻ? ജോലിക്കാരെ നിർത്താൻ പറ്റുമോ? ഇപ്പൊ ആ പെണ്ണോ കിടപ്പിലായി, മക്കള് കൊച്ചു മക്കള്, അതൊക്കെ വളർന്നു വരുമ്പോ എപ്പോഴാണ് നിന്റെ കാര്യങ്ങളൊക്കെ നോക്കണ്ടേ? നിനക്കൊരു അസുഖമോ പനിയോ കാര്യമോ വന്നാൽ ഞാനോ വയസ്സായി, എനിക്കെന്നും വന്ന് നിന്നെ നോക്കാൻ പറ്റുമോ? നീ ഒരു കാര്യം ചെയ്യ്, ഇത് പറയുന്ന കേക്ക്. അവർക്കും വേറെ പ്രശ്നങ്ങളൊന്നുമില്ല മോനെ, അതുകൊണ്ടാ പറയുന്നത്. ഞാൻ ഇന്നലെ നീ തിരക്കായിപ്പോയെന്ന് ഞാൻ വിളിച്ച് പറഞ്ഞു. അപ്പോൾ പറഞ്ഞ് ഞായറാഴ്ച എങ്കിൽ ചെല്ലാൻ പറഞ്ഞ്. അതാ ഞാൻ നിന്റെ അടുത്ത് വന്ന് ചോദിച്ചത്. ഉമ്മ, എനിക്കൊരു രണ്ടാം കെട്ട് വേണ്ട. എനിക്കൊരു കുടുംബമുണ്ട്, അത് മതി. നിന്റെ അടുത്ത് പറഞ്ഞിട്ട് കാര്യമില്ല. എന്നെ കൂടുതൽ നിർബന്ധിക്കണ്ട. ഞാനൊരു തീരുമാനം എടുത്തു കഴിഞ്ഞ്. എനിക്ക് കല്യാണം വേണ്ട. നിന്റെ അടുത്ത് പറഞ്ഞിട്ട് കാര്യമില്ല. നീ കിട്ടുമ്പം പഠിക്കും. വേണ്ടെങ്കിൽ വേണ്ട. ഞാൻ നിന്നെ ഉപദേശിക്കാനും ആളല്ല. ഞാൻ പറഞ്ഞ നീ ഇപ്പം അനുസരിക്കുന്നുമില്ല. നീ എന്താ ആയിക്കോ. ഞാൻ പോയി ഇപ്പം വരാം. ഞാൻ വരാം. വന്നിട്ടേ നീ കിടക്കാവൂ. ഇപ്പം വരും. നിന്നോട് വേറൊരു കാര്യം കൂടെ പറയാനുണ്ട്. വരുന്നു.
നീ ഞാൻ എന്ത് വന്നിട്ട് എന്നെ ഒന്നും മൈൻഡ് പോലും ചെയ്തില്ലല്ലേ? നീ കയറി വന്നെന്തിനാ? ആ അതിനെന്താ, ഞാൻ ഇവിടെ വരുന്നതിനെന്താ? എന്തായി ഞാൻ പറഞ്ഞ കാര്യം? എന്ത് കാര്യം? എന്ത് കാര്യന്നാ? കല്യാണം നടത്തുന്ന കാര്യം. കല്യാണോ? ആ നമ്മുടെ കല്യാണം നടത്താവുന്ന കാര്യം ഇന്ന് ചിന്തിച്ചിട്ട് പറയാന്ന് പറഞ്ഞല്ലേ, ആലോചിച്ചിട്ട് പറയാന്ന്. ആ അതിപ്പോ നടക്കത്തില്ല. അതെന്താ? എന്നോട് ആലോചിച്ച് പറയാന്നാണല്ലേ പറഞ്ഞത്. ആ കല്യാണം നടക്കത്തില്ല. എനിക്ക് റംസിയും മക്കളും അല്ലാത്തൊരു കുടുംബം എനിക്ക് വേണ്ട. അതിനപ്പുറം ഞാൻ ചിന്തിച്ചിട്ടുമില്ല. പിന്നെ എന്നെ മോഹിപ്പിച്ചെന്തിനാ? മോഹിപ്പിച്ച ആര്? പിന്നെ ഞാൻ പറഞ്ഞതിനകത്തൊക്കെ നിന്നതാ, പിന്നെ എന്നോട് പറഞ്ഞതാ, ഇന്നലെ പിന്നെ എന്റെ കൂടെ വന്നതാ. എന്നിട്ട് എന്നെ ആലോചിച്ചിട്ട് പറയാന്നല്ലേ പറഞ്ഞ കല്യാണം കഴിക്കാന്ന്. പിന്നെന്താ ഇങ്ങനെയൊക്കെ പറയുന്നത്? കല്യാണം നടക്കത്തില്ല, ഞാൻ ആലോചിച്ചെടുത്ത തീരുമാനമാണ്. ഞാൻ ഇപ്പൊ ഇവിടെ കിടന്ന് ബഹളം വെക്കും. നിങ്ങളെ ഭാര്യ അറിഞ്ഞ അവര് തന്നെ ഇറങ്ങിപ്പോയിക്കോളും. ആ ഒരു സിറ്റുവേഷനിലോട്ട് വരുത്താണോ? നിങ്ങൾ വിളിച്ചിട്ട് ഞാൻ ഈ റൂമിൽ വന്നെന്ന് പറഞ്ഞാൽ മതി, നിങ്ങളെ ഭാര്യയൊക്കെ അങ്ങ് പോകും. ഞാൻ ബഹളം വെക്കട്ടോ? നിങ്ങൾ ഉമ്മായുണ്ട്. ആ ഉമ്മ വിശ്വസിക്കത്തില്ല. ഉമ്മ ഇപ്പൊ ഇവിടെ നിന്ന് അങ്ങോട്ട് ഇറങ്ങി പോയതേ ഉള്ളോ. പിന്നെ നീ ഇങ്ങോട്ട് കയറി വരുന്നത് ഉമ്മ കണ്ട്. അതുകൊണ്ട് അതങ്ങ് വിട് നീ. ഉമ്മ വരുന്നുമ്പോ നീ പോവാൻ നോക്ക്. അത് നടത്താനുള്ള വിദ്യയൊക്കെ എൻ്റെ കയ്യിലുണ്ട്. എന്ത് വിദ്യ? എന്ത് വിദ്യ? എന്ത് തെളിവ്? തെളിവ് എൻ്റെ കയ്യിലുണ്ട്, കാണണോ? കണ്ടോ? ഇന്നലെ എവിടെ പോയെന്ന് ചോദിച്ചാലേ ഈ ഒരു ഫോട്ടോ മതി. പിന്നെ കുറേ വീഡിയോസുകളും ഞാൻ എടുത്തിട്ടുണ്ട്. ഇതെല്ലാം കാണിച്ചാൽ മതി. ഇന്നലെ നമ്മൾ രണ്ടുപേരും കൂടെ കറങ്ങാൻ പോയെന്ന് ഇവിടെ ഒന്ന് അറിഞ്ഞാൽ മാത്രം മതി. പിന്നെ വേറൊരു കല്യാണവും നടക്കത്തുമില്ല. ഉമ്മ എൻ്റെ തലയെ കെട്ടി വെക്കുകയും ചെയ്യും. എൻ്റെ കയ്യിൽ ഈ തെളിവൊക്കെ ഉണ്ട്. നീ ഫോൺ എടു, അത് ഡിലീറ്റ് ചെയ്. ഡിലീറ്റ് ചെയ്യാനാണെങ്കിൽ ഞാൻ ഇത് എടുക്കേണ്ട ആവശ്യമല്ല ഉണ്ടാ. ഇതെന്റെ തെളിവായിട്ടിരിക്കട്ടെ. നീ എന്നെ ബ്ലാക്ക് മെയിൽ ചെയ്യണ? നിങ്ങൾ എന്നെ കല്യാണം കഴിക്കണം. അത് നടക്കത്തില്ല. നടക്കും. ഇതുകൊണ്ട് ഞാൻ കാണിക്കും. ഇപ്പൊ കയറി ഇറങ്ങിയ